അപ്പൊ താങ്കളെ വ്യക്തിപരമായി തന്നെ സംബന്ധിക്കുന്ന ഒരു ആരോപണം ഇന്ന് പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചത് ടി ജി നന്ദകുമാറാണ്. താങ്കൾ ഇന്നലെ പറഞ്ഞു തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കളെയും കൂറുമാറ്റാൻ ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാർ വഴി സമീപിച്ചു, അതിന് ശ്രമിച്ചു, താങ്കൾ അത് നിരാകരിച്ചു എന്ന്. ഇന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നു താങ്കൾ അങ്ങോട്ടാണ് സമീപിച്ചത് എന്ന്. രാഷ്ട്രീയത്തിലെ കൂറുമാറ്റത്തിന്റെ വളരെ അധാർമികമായ കഥകൾ ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നതിൽ വസ്തുതയുണ്ടോ? ഇതിൽ അഭിലാഷ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഞാനല്ല ഇത് പറഞ്ഞതാരാണ്? ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച തുടങ്ങി വെച്ചത് ഈ പറയുന്ന നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പത്മജ വേണുഗോപാലിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നതെങ്കിലും അവസാനം ഒരു കുറച്ച് കാര്യങ്ങൾ, 1-2 സെൻറ്റൻസ് ദീപ്തി മേരി വർഗീസ് എന്ന പേര് പറഞ്ഞ് പരാമർശിച്ചു പറഞ്ഞു. അത്തരത്തിൽ പരാമർശിച്ച് പറയുമ്പോൾ അതിന് മറുപടി മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇന്നലെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഇന്നലെ അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞു. ഇന്നലെ പറഞ്ഞു എന്നെ കാണാൻ ശ്രമിച്ചുവെന്നും കണ്ട് സംസാരിച്ചുവെന്നും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞുവെന്നും അത് അവിടെ വെച്ച് അവസാനിച്ചുവെന്നും ആണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ഇന്ന് ഞാൻ മന്ത്രി പി രാജീവ് എന്നെ പൊളിറ്റിക്കലി എനിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ ചില കാര്യങ്ങൾ ഒക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി, എനിക്ക് പൊളിറ്റിക്കൽ സ്പേസ് ഇല്ല കേരളത്തിൽ, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ഞാൻ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പഴയകാല പൊളിറ്റിക്കൽ സ്പേസിനെ കുറിച്ച് എനിക്കൊന്ന് ഓർമ്മപ്പെടുത്തേണ്ടതായിട്ട് വന്നത്. പക്ഷേ അത് ഞാൻ പറഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ പാടെ കാര്യങ്ങൾ മാറി മറ്റെന്തൊക്കെയോ ആണ് ഇപ്പോൾ ഈ പറയുന്ന നന്ദകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ മറുപടി പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം പൊളിറ്റിക്കലി CPM ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞാൽ അതിനുള്ള മറുപടി എനിക്ക് പറയാൻ കഴിയും. തൃക്കാക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ ഇതുപോലെ ചില കഥകൾ ഉണ്ടായിരുന്നു. താങ്കൾക്കറിയാം, CPM സ്ഥാനാർത്ഥി നിർണയം കുറച്ച് വൈകി. അതിനിടയിൽ വലിയ കഥകൾ, കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു തുടങ്ങിയ കഥകൾ വളരെ സജീവമായിരുന്നു എറണാകുളത്തും പുറത്തും. അതിനുശേഷമാണ് അവർ ജോസഫിലേക്കും മറ്റുമൊക്കെ നീങ്ങിയത്. ഇതേ കാലയളവിനെ കുറിച്ചാണ് ഈ കഥ നന്ദകുമാർ പറയുന്നത്. ഇനി നന്ദകുമാർ എന്ന കാര്യം അവിടെ മാറ്റിവെച്ചിട്ട് ഇ പി ജയരാജൻ എന്ന കേരളത്തിലെ സമുന്നത CPM നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, LDF കൺവീനർ, ആ സമയത്ത് താങ്കളോട് എന്ത് സംസാരിച്ചു എന്ന് പറയാമല്ലോ? അല്ല, ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് അതിൻ്റെ അകത്ത് പരാമർശിച്ചത്. ഞാൻ ഇന്നലെ തന്നെ അത് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ഇ പി ജയരാജനുമായി സംസാരിക്കണമെന്നും ഇത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നും താങ്കൾ സംസാരിക്കണമെന്നും വളരെ നിർബന്ധപൂർവ്വം എന്നെ കണ്ട് പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അത്തരം കാര്യങ്ങളൊക്കെ അന്ന് നടന്നിട്ടുണ്ട്. ഇത് 2 വർഷം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എനിക്കിപ്പോൾ അതിൻ്റെ അകത്ത് അസത്യമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ വളരെ ശക്തമായി കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാ കാലത്തും നിന്നിട്ടുള്ള വ്യക്തിയാണ്. അത് ഒരു സ്ഥാനാർത്ഥിത്വം മോഹിച്ചിട്ടോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളല്ല. വളരെ 16 വയസ്സ് മുതൽ ഞാൻ KSU മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പ്രലോഭനങ്ങളൊന്നും എനിക്ക് അതിൽ താല്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞതാണ്. ആ പറഞ്ഞ സമയത്ത് എന്ന് പറയുന്നത് ഇവിടെ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന ഒരു സാഹചര്യമാണ്. തൃക്കാക്കരയിൽ ആര് നിൽക്കണമെന്ന സംശയത്തിൽ, സ്ഥാനാർത്ഥി ആരെ പ്രഖ്യാപിക്കണമെന്ന സംശയത്തിൽ നിൽക്കുകയും ഇവിടെ എന്റെ സഹ പാനലിസ്റ്റായ ശ്രീ അരുൺ കുമാറിന്റെ പറഞ്ഞോട്ടെ ഒന്ന് എന്റെ സഹ പാനലിസ്റ്റായ അരുൺ കുമാറിന്റെ പേര് വരികയും എന്നുള്ളത് വേറൊരു വിഷയം. താങ്കൾക്ക് സീറ്റ് തരാം, തൃക്കാക്കരയിൽ മത്സരിപ്പിക്കാം, LDF സ്ഥാനാർത്ഥിയായി തൃക്കാക്കരയിൽ മത്സരിപ്പിക്കാം എന്നൊരു ഓഫർ ഉണ്ടായിരുന്നോ? എന്ന് സംസാരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആള് എൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷെ ആ സംസാരം പിന്നീട് നീണ്ടുപോകേണ്ടതായിട്ട് വന്നില്ല. കാര്യം എന്നെ സംബന്ധിച്ച് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടും എനിക്കതിൻ്റെ അകത്ത് താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടും പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ആ സമയത്തായിരുന്നു ബഹുമാനപ്പെട്ട പാനലിസ്റ്റ് അരുൺകുമാറിന്റെ പേര് വരുന്നതും മതിൽ എഴുതുന്നതും അയക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ല, ഇ പി ജയരാജൻ അങ്ങനെ ഒരു ഓഫർ തന്നിട്ടുണ്ടോ? നന്ദകുമാർ പറഞ്ഞതാണ്. അല്ല, അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഒരാൾ വന്ന് സംസാരിക്കുന്നത്. അല്ലാണ്ട് ഇ പി ജയരാജൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല. പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്ന് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഇല്ല
ഇന്നിപ്പോ നന്ദകുമാർ അല്ല, പറഞ്ഞത് സംസാരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇതിപ്പോ സംസാരിക്കുന്ന നേരിട്ട് മാത്രമായിരിക്കും സംസാരിക്കാം എന്നാണ്. അതായത് ഇ.പി. ജയരാജന്റെ മെസ്സേജ് ഇതാണ് എന്ന് നന്ദകുമാർ താങ്കളോട് പറഞ്ഞു. താങ്കളെ തൃക്കാക്കരയിൽ മത്സരിപ്പിക്കാൻ അതെല്ലാം ഇന്ന് ഇതിപ്പോ എനിക്ക് തോന്നുന്നു ശ്രീ ഇ.പി. ജയരാജൻ അതിന്റെ അകത്ത് പ്രതികരിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം പ്രതികരിക്കുമ്പോഴല്ലേ എനിക്ക് അതിന്റെ അകത്ത് ഒരു മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാവുന്നുള്ളൂ. ഇപ്പോൾ നന്ദകുമാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മള് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഇ.പി. ജയരാജൻ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ജാഥ നടത്തുമ്പോൾ ആ ജാഥയിൽ പങ്കെടുക്കാതിരുന്ന ഇ.പി. ജയരാജൻ ഇവിടെ നമ്മുടെ നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്നാട അണിയിക്കാൻ വന്നിട്ടുണ്ട്. അവർ തമ്മിൽ അത്രയും ക്ലോസ് ആണ്. എറണാകുളത്ത് ഉള്ള സമയത്ത് അവർ കാണാറുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ നന്ദകുമാറും ഇ.പി. ജയരാജനും രണ്ട് ധ്രുവങ്ങളിൽ ഇരിക്കുന്ന ആളുകളല്ല. എന്തായാലും ഇ.പി. ജയരാജന്റെ സന്ദേശം എന്ന് പറഞ്ഞിട്ടാണ് നന്ദകുമാർ താങ്കളോട് ഈ സീറ്റിന്റെ ഓഫർ വെച്ചത്. എനിക്കറിയേണ്ടത് താങ്കൾ ഇ.പി. ജയരാജനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നാണ്. നന്ദകുമാർ പറയുന്നു ഇ.പി. അങ്ങോട്ട് പോയി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് എന്ന് കണ്ടിട്ടുണ്ടെന്ന്. സത്യമാണോ? അങ്ങനെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് പോവുകയോ കാണുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് മറുപടി പറയേണ്ടത് ശ്രീ ഇ.പി. ജയരാജൻ ആണല്ലോ. അദ്ദേഹത്തോടാണ് നിങ്ങൾ ഇത് ചോദിക്കേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. അദ്ദേഹം പറയട്ടെ അതിന് മറുപടി. അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പത്മജയുടെ വിഷയത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. പിന്നെ താങ്കളെ കുറിച്ചുള്ള ഒരു ആരോപണം, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, തൃക്കാക്കര ഇപ്പൊ താങ്കളെ കുറിച്ച് ആരോപണം വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മളൊരു ഇടനില നിൽക്കുന്ന ഒരാളുടെ ഒരു വാക്ക് കേട്ട് ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അല്ല, അത് ഓൺ ചെയ്യല്ല. അങ്ങനെ ഒരു ആരോപണം ഉയർന്നപ്പോൾ താങ്കളോട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരാൾ പറയുന്നത് അനുസരിച്ച് അത് അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല എന്തായാലും. അതുകൊണ്ടാണ് ഞാൻ താങ്കൾക്ക് ഈ കാര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഏറെ ക്ലിയർ ചെയ്യാൻ അവസരം തരുന്നത്. അനാവശ്യമായ ചില ആരോപണങ്ങൾ എനിക്കെതിരെ പറയുന്നുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതാണെങ്കിലും ഇനി ഇവരെല്ലാം കൂടി ആലോചിച്ച് പറയുന്നതാണെങ്കിലും അനാവശ്യമായിട്ടാണ് എനിക്കെതിരെ ഇന്നലെയും ഇന്നുമായിട്ട് ചില ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് 25,000-ന്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് എന്ന പാർട്ടി വിജയിച്ച ഒരു സീറ്റിനെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നത്. ഏറ്റവും നല്ല വിജയം നേടിയിരിക്കുന്ന, ഞങ്ങൾ അഭിമാനപൂർവ്വം എല്ലാ കാലത്തും എടുത്തു പറയുന്ന തൃക്കാക്കര എന്ന നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ സീറ്റിന് താല്പര്യമുള്ളവർ നിരവധി ആളുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ എത്രയോ പേര് മറ്റു ചില പേരുകളും ആ സമയത്തൊക്കെ വന്നതാണല്ലോ. പക്ഷേ ഈ സീറ്റ് കിട്ടാത്ത ആളുകളെല്ലാവരും പാർട്ടിക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇതെടുത്തിട്ട് പറയുന്നതിൽ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലാതെ ഇപ്പോൾ ഇത് പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു സമയത്താണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ. അപ്പോൾ ഇവരൊക്കെ തമ്മിലൊക്കെ വലിയ ബന്ധങ്ങളുള്ളവരാണ്. അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയേണ്ടത് എന്ന് അവർ തന്നെയാണ് വെളിവാക്കേണ്ടത്. ഇപ്പൊ താങ്കൾ KPCCയുടെ മീഡിയ വിഭാഗത്തിന്റെ അധ്യക്ഷയാണ്, കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്, സീനിയർ കോൺഗ്രസ് പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് താങ്കൾ പറയുന്ന വാദമാണ് ഞാൻ മുഖവിലക്കെടുക്കുക, അല്ലാതെ മറ്റൊരാൾ പറയുന്ന കാര്യമല്ല. അപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം മുഖവിലക്കെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾക്കെതിരെ ഈ ഉന്നയിച്ചിരിക്കുന്നതൊക്കെ ദുരാരോപണമാണ് എങ്കിൽ TG നന്ദകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ, കേസ് കൊടുക്കുമോ? ഞാൻ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് ആലോചിക്കുകയാണ്. ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് അത് ആലോചിച്ച് പാർട്ടി നേതൃത്വം എങ്ങനെ പറയുന്നു അവരുടെയും കൂടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഒരു വ്യക്തിയല്ല, ഞാനൊരു പ്രസ്ഥാനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. എൻ്റെ പ്രസ്ഥാനത്തെയും കൂടി മോശമാകുന്ന രീതിയിലാണ് ഇവിടെ പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ലീഡർഷിപ്പുമായിട്ട് ആലോചിച്ചിട്ടാണ് അതിൻ്റെ അകത്തൊരു മറുപടി പറയാൻ കഴിയുക. അത് വരും ദിവസങ്ങളിൽ ഞാനത് പറയുന്നതായിരിക്കും. കാരണം വെച്ചാൽ ഈ ആരോപണം ഒരു പടി കഴിഞ്ഞ് താങ്കൾ ഉമാ തോമസിനല്ല വോട്ട് ചെയ്തത് എന്നതിന്റെ തെളിവായിട്ട് വിവിപാറ്റ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു, അതെന്റെ കയ്യിലുണ്ട്, അങ്ങനെ ഇല്ല എന്ന് ദീപ്തി പറയുകയാണെങ്കിൽ ഞാനത് തെളിയിക്കാമെന്ന് ഒരാൾ വെല്ലുവിളിക്കുകയാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അല്ല, അങ്ങനെ വെല്ലുവിളിക്കുന്ന ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നും എന്തെല്ലാം തരം കാര്യങ്ങളിലാണ് അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്നും എന്തെല്ലാം വ്യാജമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ളതാണല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്തരത്തിൽ തരംതാണ ഒരു ആരോപണവുമായി മുമ്പോട്ട് പോകുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നത്, അത് എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ, ഇത് ഞാനല്ല പറഞ്ഞത്, അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പത്മജ വേണുഗോപാലിൻ്റെ അടുത്ത് ഇവർ ചെന്നു സമീപിച്ചു എന്നാണ് പറയുന്നത്.
ഈ പറയുന്ന നന്ദകുമാർ പറയുന്നത് പത്മജയുടെ അടുത്ത് ഇ.പി. ജയരാജനും ഇവരും സമീപിച്ചു എന്നാണ് പറയുന്നത്. അത് സത്യമാണെങ്കിൽ അത് നടന്നില്ല. അത് BJP-യിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇവർക്ക് പങ്കുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ അങ്ങനെ പോയതിൻ്റെ ഒരു കൊതിക്കെറിവ് പറഞ്ഞു തീർക്കുകയാണ് എന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇത് CPM-ലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ട് പോയത് മറ്റൊരു പാർട്ടിയിലേക്കാണ് എന്നൊക്കെ ഉള്ളതാണ് ഈ പറയുന്നത് ഒക്കെ. നമുക്കിതൊന്നും വിശ്വാസയോഗ്യമല്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന ഒന്നും വിശ്വാസയോഗ്യമല്ല. ഈ ഒരാൾ കാണാൻ വരുന്നു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം എന്നതിലപ്പുറം എന്തിനു വേണ്ടി ഇതൊക്കെ ഇപ്പോൾ പറയുന്നു, ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുറകിൽ, ആരുടെ പ്രേരണയാലാണ് ഇതൊക്കെ പറയുന്നത്, ഇതൊന്നും വ്യക്തമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ എന്റെ പ്രസ്ഥാനത്തെ മോശമാക്കുന്ന രീതിയിലുള്ള ദുരാരോപണങ്ങളുമായി മുമ്പോട്ട് പോയാൽ ദുരാരോപണങ്ങളാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം. അതെ, അത് തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അത്തരം കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ നന്ദകുമാർ പറയുന്നു എന്റെ കയ്യിൽ തെളിവുണ്ട് ഇങ്ങനെ ചെയ്തതിന്, അതായത് വോട്ട് ഞാൻ മാറ്റി കുത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുണ്ട് എന്ന് പറയുമ്പോൾ താങ്കൾ ആർജവത്തോടുകൂടി അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ നന്ദകുമാർ പുറത്തുവിടട്ടെ എന്ന് നന്ദകുമാറിനെ വെല്ലുവിളിക്കുന്നുണ്ടോ? അല്ല, അത് തന്നെയല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒന്നാമത് ഈ പറയുന്ന ആളുടെ വിശ്വാസ്യതയെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യമല്ല ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും തിരിച്ചും മറിച്ചും പറയുമ്പോൾ അത് എന്ത് ഗൂഢാലോചനയാണ് അതിൻ്റെ പിന്നിലുള്ളത്, ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത്, എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത്, എന്നെപ്പോലെ ആൾക്കെതിരെ എന്തിനു വേണ്ടി ഇത് പറയുന്നു, ഇതൊക്കെ ചോദ്യങ്ങളാണല്ലോ. അതെല്ലാം ആലോചിച്ച് തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഇത് പറയാൻ തന്നെ ഇത്തരം ഒരു ചർച്ച നടക്കുന്നത് തന്നെ നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്ക് നല്ലതാണോ എന്ന് ഞാൻ ആലോചിക്കുക. ഒരാൾ ചെയ്ത വോട്ടിനെ കുറിച്ച് മറ്റൊരാൾ വിളിച്ചു പറയുക, അത് പറഞ്ഞ ആൾ ഇങ്ങനെ ഒരാളാണ്. അപ്പോൾ എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒട്ടും അഭികാമ്യമല്ല എന്നുള്ളത് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്തരത്തിലുള്ള എന്നെ മോശപ്പെടുത്തുന്ന, എൻ്റെ പ്രസ്ഥാനത്തെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ലീഡർഷിപ്പുമായി ആലോചിച്ചിട്ട് ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ശരി.